Hi, hello everyone. Welcome back to my channel. ഇന്നാണെങ്കിൽ I am making one of my favorite comfort food ആണ്. ഈസി ആണ്, അഫോർഡബിൾ ആണ്, ഓൾവേസ് സാറ്റിസ്ഫൈയിങ് ബ്രെഡ് ടോസ്റ്റ് ആൻഡ് ഓംലെറ്റ് ആണ്. എല്ലാവർക്കും ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചീപ്പാണ്, പെട്ടെന്ന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആകെ വേണ്ടുന്ന ഞാൻ എടുത്തിരിക്കുന്ന വീറ്റിൻ്റെ ബ്രെഡാണ്. ഏത് ബ്രെഡായാലും കുഴപ്പമൊന്നുമില്ല. സൈഡ് കട്ട് ചെയ്യണമെന്നില്ല. എനിക്ക് ഞാനാണെങ്കിൽ എപ്പോഴും സൈഡ് എനിക്ക് കട്ട് ചെയ്യുന്നത് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ആണെങ്കിൽ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ 2 എഗ്ഗ്, പിന്നെ ഓണിയൻ, ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിൽ, ടൊമാറ്റോ കെച്ചപ്പ്, ഇതൊക്കെ മതി ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാനാണെങ്കിൽ 2 മുട്ട ഇതുപോലെ നമ്മൾ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ സോൾട്ടും പെപ്പറും മാത്രമേ ചേർക്കുന്നുള്ളൂ. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഓണിയനും ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ചേർക്കാം. വേറെ എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ നമുക്ക് ഈ മുട്ടയുടെ കൂടെ ചേർക്കാം. ഞാൻ ഇതിനകത്ത് സോൾട്ടും നമ്മുടെ കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ടാണെങ്കിൽ നമ്മളൊരു പാൻ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബ്രെഡ് ഇച്ചിരി ഓയിൽ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മുരിച്ചെടുക്കണം. അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് ടോസ്റ്റ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മളാണെങ്കിൽ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ് ചെയ്ത എഗ്ഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആണെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ആ ബ്രെഡ് എടുത്ത് വെക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് സൈഡുകൾ തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി ലോ ഫ്ലെയിമിലും കൂടെ വെക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചീപ്പ്, അതായത് വളരെ അഫോർഡബിളായിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ശരിക്കും പറഞ്ഞൊരു ചീപ്പ് സാറ്റിസ്ഫൈയിങ് ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളിങ്ങനെ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി ഇത് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ആയതുകൊണ്ട് ഇനി നമ്മളൊന്ന് മടക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ അടിഭാഗം മുട്ടയുടെ അടി ഇങ്ങനെ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മളിത് രണ്ടും കൂടെ ഇതുപോലെ മടക്കി എന്നിട്ട് നമ്മളൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റണം. ഇപ്പം എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം. ഞാനാണെങ്കിൽ ഒരു ബ്ലൂബെറിയുടെ ഡ്രിങ്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കെച്ചപ്പ് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ കെച്ചപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എന്തെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഇവിടെ ആണെങ്കിൽ ഇപ്പം ഭയങ്കര ചൈനയിലും നമ്മുടെ നാട് പോലെ തന്നെയാണ്, ഭയങ്കര മഴയാണ്. പുറത്തെങ്ങും പോകാൻ പറ്റത്തില്ല, ഫുൾ മഴയാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഒരു ഫോഗിയാണ് ഇവിടെ ഫുള്ളും. ഭയങ്കര ഇരുട്ടാണ് ഇവിടെ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഒരു കോസി ഡേ ആണ്. അങ്ങനെ എപ്പോഴും ഒന്നും ബുക്കൊന്നും വായിക്കില്ല, ചില സമയങ്ങളിൽ, ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഏറ്റവും കംഫോർട്ട് തരുന്ന ഫീൽ ഗുഡ് ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പം നമ്മൾ ചൈനയിലായതുകൊണ്ടാണ്. ഇത് കേരളത്തിലാണെങ്കിൽ വേറെയാണ്, ഒത്തിരി കംഫോർട്ടബിൾ ഫുഡ് വേറെ ഒത്തിരി ഉണ്ട്. അപ്പം നിങ്ങളുടെ കംഫോർട്ടബിൾ ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.